നമസ്കാരം. തലസ്ഥാനത്തെ പോർട്ടും തലസ്ഥാനവും രക്ഷപ്പെടണമെങ്കിൽ ചില വിപ്ലവകരമായ ഡിമാൻഡുകൾ മുന്നോട്ട് വയ്ക്കേണ്ടിയിരിക്കുന്നു. ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. കൊച്ചിയിലും തിരുവനന്തപുരത്തും 2 ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സർക്കാർ ഔദ്യോഗികമായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറേ കാലമായി ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ കാര്യമായി എന്തെങ്കിലും ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചങ്കിൽ കൈവച്ച് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈ കൊട്ടിഘോഷിക്കുന്ന എടുപ്പ് കുതിരകളല്ലാതെ പ്രായോഗിക തലത്തിൽ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നത്തെ ലോകം എല്ലാവരുടെയും കൈക്കൊമ്പിളിലാണ്. ഈ മൊബൈൽ ഫോണിൽ ഒരു സ്വിച്ച് ഇട്ടാൽ ലോകം മുഴുവനുമുള്ള വാർത്തകൾ വരും. നേരത്തെ പരാമർശിച്ച MSC പലോമ കടന്നു വന്ന വഴിക്ക് ഒരു പോർട്ടിന്റെ പരിസരത്തൂടെയാണ് വന്നത്, ലേ ഹാവറെ. നമ്മൾ ഫ്രാൻസിനെ കുറിച്ച് അധികം പറഞ്ഞിട്ടില്ല. പാരീസിനടുത്തുള്ള ലേ ഹാവറെ പോർട്ട്, ലേ ഹാവറെ പോർട്ടിനടുത്തുള്ള വേറൊരു പോർട്ട്, ആ പോർട്ടിന്റെ പേര് ഹരോബ പോർട്ട് എന്നാണ്. 7 കിലോമീറ്ററേ ഉള്ളൂ 2 പോർട്ടും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന് കടൽ തീരത്തും മറ്റൊന്ന് നദീമുഖത്തുമാണ്. എങ്ങനെയാണ് അവർ ഈ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്? ഇവിടെ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഒക്കെ വരാൻ പോകണമെന്ന് പറയുന്നുണ്ടല്ലോ. ആസ് പാർട്ട് ഓഫ് ദ വെസ്റ്റ് A29, അവരുടെ ആ ഇൻവെസ്റ്റ്മെന്റ് മീറ്റിനെ കുറിച്ചിട്ടുള്ള പേരാണ്. ആസ് പാർട്ട് ഓഫ് ദി വെസ്റ്റ് A29 കോൾ ഫോർ പ്രൊജക്ട്സ്, ഫ്രഞ്ച് റിന്യൂവബിൾ എനർജി കമ്പനി ക്വയർ has been awarded a parcel on the Haroba port site in Le Havre. Le Havreക്ക് അടുത്തുള്ള ഹരോബ പോർട്ടിനടുത്ത് ഒരു പാഴ്സൽ ലാൻഡ് ക്വയർ എന്ന് പറയുന്ന കമ്പനിക്ക് കൊടുത്തു. എന്തിനാണ്? ടു ഡെവലപ്പ് ഇറ്റ്സ് മെത്തനോൾ പ്രൊഡക്ഷൻ പ്രോജക്റ്റ് മെത്താവേർട്ട്. അവര് കളി തുടങ്ങി. നമ്മളിങ്ങനെ പറഞ്ഞ് ദിവാസ്വപ്നങ്ങൾ കണ്ടിങ്ങനെ നീണ്ടു പോകുമ്പോൾ അവർ ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുന്നു. അവിടെ പ്രൊഡക്ഷൻ തുടങ്ങാനുള്ള കൃത്യം കണക്കുണ്ട്, എത്ര നടത്തണം എന്നൊക്കെയുള്ള കണക്കുണ്ട്. ലാൻഡ് വരെ കൊടുത്തു കഴിഞ്ഞു. ലോകത്തിന്റെ പല ഭാഗത്തും ഈ ഫ്യൂവലിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നത്. ഒരു സംശയം, സെയിലിംഗ് കമ്പനിയുടെ ഒരു സംശയം, ഒരു വ്യാളി പോലെ ഫോസിൽ ഫ്യൂവൽ ലോബികൾ കേരള സർക്കാരിനെ പിടികൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ ഗവൺമെന്റിനെ ഉണ്ട്, ഇന്ത്യൻ സർക്കാരിനെ ഉണ്ട്. ഫോസിൽ ഫ്യൂവൽ അല്ലാതെ വേറൊരു ബദൽ ഇന്ധനത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത് എന്ന് പറയുന്ന തരത്തിലുള്ള ഏജന്റുമാർ. പോർട്ടിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ ഏജന്റുമാർ ഏത് വഴിക്കൊക്കെ വന്ന് ആരെയൊക്കെ സ്വാധീനിച്ച് എത്ര കിക്ക് ബാക്സ് കൊടുത്തു, എത്ര സൂട്ട് കേസുകൾ ഏതൊക്കെ വിമാനത്തിൽ വന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഇപ്പം മെത്തനോളിന്റെ കാര്യത്തിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഫോസിൽ ഫ്യൂവൽ അല്ലെങ്കിൽ അതുപോലുള്ള ആളുകളെ തൊട്ടാൽ വിവരമറിയും. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞത് വിപ്ലവകരമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരിക്കുന്നു. അപ്പോൾ മെത്താവേർട്ട്, ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, മെത്തനോൾ കൺവേർട്ട് ചെയ്യാനുള്ള പ്രൊജക്റ്റ് ആണെന്നുള്ളത് ആ പേരിൽ കിടപ്പുണ്ട്. ക്യൂർ എന്ന കമ്പനിക്ക് ഇത് നിർമ്മിക്കുവാൻ സ്ഥലം വരെ പോർട്ടിൽ, ഹരോബ പോർട്ടിൽ സ്ഥലം വരെ അനുവദിച്ചു. എത്ര സ്ഥലം? 60 ഹെക്ടർ. 60 ഹെക്ടർ ഭൂമി അനുവദിച്ചു. ഇപ്പോൾ ഉടനെ കുറെ ക്യാപ്സ്യൂൾ ചേട്ടന്മാരിപ്പോൾ വരും. കേരളത്തിൽ എവിടെ ഇരിക്കുന്ന ഭൂമി? 60 ഹെക്ടർ കൊടുക്കാൻ എവിടെ ഇരിക്കുന്ന ഭൂമി? എന്താണ്, മനസ്സ് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും, അല്ലെ? മനസ്സുണ്ടെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. ഭൂമി കൊടുക്കുന്നവർക്ക് അതിന്റെ പ്രയോജനം ഉറപ്പാക്കി കൊടുക്കുക. നിങ്ങൾ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കുക, ഇന്ന പ്രയോജനങ്ങൾ ഞങ്ങൾ തരുമെന്ന് പറഞ്ഞാൽ 60ന്റെ സ്ഥാനത്ത് 600 ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് കിട്ടും, അല്ലെ കൊല്ലം ജില്ലയിൽ കിട്ടും, അല്ലെ പത്തനംതിട്ട ജില്ലയിൽ കിട്ടും. മലയോരത്തെ ഭൂമി മുഴുവൻ പാഴായിട്ട് കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കൃഷിയൊന്നും ആരും ചെയ്യുന്നില്ല. അപ്പൊ 60 ഹെക്ടർ അവിടെ കൊടുക്കുമ്പോൾ ഇവിടെ 60 600 ഹെക്ടർ വേണമെങ്കിൽ ചക്ക. മെത്താവേർട്ട് എയിംസ് ടു എസ്റ്റാബ്ലിഷ് റിന്യൂവബിൾ ഹൈഡ്രജൻ ആൻഡ് മെത്തനോൾ പ്രൊഡക്ഷൻ വിത്തിൻ ദി ഇൻഡസ്ട്രിയൽ പോർട്ട് ഏരിയ ഓഫ് ലേ ഹാവറെ. ലേ ഹാവറെ യൂറോപ്പിലെ വളരെ പ്രശസ്തമായ പോർട്ടാണ്. നമ്മൾ മിക്കവാറും കപ്പലുകൾ വിഴിഞ്ഞത്ത് വന്നത് തന്നെ പല കപ്പലുകളും ലേ ഹാവറെ കഴിഞ്ഞാണ് വന്നത്. ആഫ്രിക്കയുടെ തൊട്ട് മുകളിലുള്ള
സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയൊക്കെ അടുത്താണ് ഈ പാരീസിലെ ഈ ലേ ഹാവ്രെ പോർട്ട്. അപ്പോൾ അവര് ഇത് ചെയ്യുന്നതിനുള്ള ഭൂമി മെത്താവോട്ട് എയിംസ് ടു എസ്റ്റാബ്ലിഷ് റിന്യൂവബിൾ ഹൈഡ്രജൻ ആൻഡ് മെത്തനോൾ പ്രൊഡക്ഷൻ വിത്തിൻ ദി ഇൻഡസ്ട്രിയൽ പോർട്ട് ഏരിയ ഓഫ് ലേ ഹാവ്രെ. വിഴിഞ്ഞത്തെ ഇൻഡസ്ട്രിയൽ ഏരിയ വല്ലതും ഉണ്ടോ? ആരെങ്കിലും അനൗൺസ് ചെയ്തോ? ഇവിടെ ഒരു കൺസൾട്ടന്റിനെ വെച്ചിട്ട് ആരൊക്കെ റെസ്പോണ്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഞാൻ പേര് ചോദിച്ചപ്പോൾ പിന്നെ റെസ്പോണ്ട് ചെയ്തെന്ന് പറഞ്ഞ ആളെ പിന്നെ കാണാനില്ല. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. ഒരു കാര്യവും സത്യസന്ധമായി പറയില്ല. പറയുന്നത് ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിൽ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞു മാറും. സത്യമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞത് പിൻവലിച്ചു. നിങ്ങൾ അറിയിക്കുക എത്ര പേരാണ് ഈ കൺസൾട്ടൻസിക്ക് റെസ്പോണ്ട് ചെയ്തെന്നുള്ളത്. ദ ഫെസിലിറ്റി വിൽ ഇനീഷ്യലി പ്രൊഡ്യൂസ് 2 lakh tons. 60 ഹെക്ടർ ഭൂമി കൊടുത്തിട്ട് അവിടെ കബഡി കളിക്കാനല്ല അവരോട് പറഞ്ഞിരിക്കുന്നത്. ദ ഫെസിലിറ്റി വിൽ ഇനീഷ്യലി പ്രൊഡ്യൂസ് 2 lakh tons ഓഫ് methanol to support the decarbonization of maritime transport. കപ്പൽ മേഖലയ്ക്കുള്ള ഫോസിൽ കണ്ടുപിടിക്കുക, ഫോസിൽ ഫ്യൂവലിന് ബദലായിട്ടുള്ള ഫ്യൂവൽ നൽകുക എന്നുള്ളതാണ് 60 ഹെക്ടർ ഭൂമി നൽകുന്നതിലൂടെ ഫ്രാൻസിലെ സർക്കാർ ക്വർ എന്ന് പറയുന്ന കമ്പനിയുമായി ധാരണയിലെത്തിയത്. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ചിന്തയുണ്ടോ? ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ബദൽ ഇന്ധനം, അതിന് കമ്പനികൾ താല്പര്യമുണ്ടോ? അതിന് പ്രൊഡക്ഷനുള്ള സാധ്യതയുണ്ടോ? ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? മറ്റ് ആണുങ്ങൾ, രാജ്യം ഭരിക്കുന്ന ആണുങ്ങൾ ഇങ്ങനെയാണ്. ഇവിടെ ആണുങ്ങളാണോ ഭരിക്കുന്നത് ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ സ്വയം പറയണം. ഞങ്ങൾക്കങ്ങനെ തോന്നുന്നില്ല. Together with the Haroba port, the company plans to set up a renewable methanol value transforming the industry's port area and positioning the port of Le Havre as a pivotal hub on the green corridor of tomorrow's maritime transport. നാളെക്കുറിച്ചാണ് അവർ സ്വപ്നം കാണുന്നത്. ഇന്നവർ നേടാവുന്നതൊക്കെ അവർ നേടിയിട്ടുണ്ട്. ഫ്രാൻസും ജർമ്മനിയും ബെൽജിയവും UK-യും സ്പെയിനും പോർച്ചുഗലും യൂറോപ്പിലെ പ്രധാനപ്പെട്ട പോർട്ട് നഗരങ്ങൾ അവർക്ക് നേടാവുന്ന പരമാവധി കാര്യങ്ങൾ നേടി. അതിലൂടെ വ്യവസായവൽക്കരണം നടത്തി. അതിലൂടെ അവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തി. അറിയാമല്ലോ അവരുടെ ജീവിത നിലവാരം എന്താണെന്ന്. അവരുടെ മുമ്പിൽ കൂടെ പോകുന്നതും നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നതുമായ ക്രൂയിസ് വെസലുകൾ വരുമ്പോൾ നമുക്കറിയാം അവരുടെ ജീവിത നിലവാരം എന്താണെന്ന്. അവർ ഒരു കരയിൽ ഇറങ്ങിയാൽ കുറഞ്ഞത് $100 ചെലവഴിക്കുമെന്നാണ് പറയുന്നത്. $100. അപ്പോൾ അവരുടെ പർച്ചേസിംഗ് പവർ എത്രയുണ്ടെന്ന് അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അവരുടെ പൊസിഷനിങ് ദ പോർട്ട് ഓഫ് ലേ ഹാവ്രെ ആസ് എ പിവറ്റൽ ഹബ് ഓൺ ദ ഗ്രീൻ കോറിഡോർസ് ഓഫ് ടുമാറോസ് മാരിടൈം ട്രാൻസ്പോർട്ട്. ഇന്നുള്ള അവരുടെ മേധാവിത്വം നാളെയും തുടരണമെങ്കിൽ ഇപ്പോഴേ അതിനനുസരിച്ച് ചിന്തിക്കണം. ഇവിടെ ചിന്തയോ ചന്തയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ തന്നെ പരിശോധിക്കുക. ഇനി തുടക്കത്തിൽ പറഞ്ഞ വിപ്ലവം, എന്ത് വിപ്ലവമാണ് ഈ നാട്ടിൽ നടത്തേണ്ടത്? ഒരു പ്രവാസിയാണ് എഴുതുന്നത്. എനിക്കും ഇന്നലെ മുതൽ തോന്നുന്നതാണ്, ഇന്നലത്തെ സെയിലിംഗ് കമന്ററി കണ്ടതുകൊണ്ടായിരിക്കാം, എനിക്കും ഇന്നലെ മുതൽ തോന്നുന്നതാണ് സാർ രാവിലെ പറഞ്ഞത്. നല്ലൊരു കണ്ണായ തുറമുഖം കിട്ടിയിട്ട് അതുപയോഗിക്കാൻ കഴിയാത്ത ഗതികെട്ട ഗവൺമെന്റും പാർട്ടിക്കാരും. സാധാരണ ആളുകളുടെ പ്രതിഷേധമാണ് ആ വാക്കുകളിൽ വരുന്നത്. പ്രതിഷേധം. തിരുവനന്തപുരം രക്ഷപ്പെടണമെങ്കിൽ ഈ ജില്ലയെ തൊട്ടടുത്ത തമിഴ്നാട് എന്ന സംസ്ഥാനത്തിൽ ലയിപ്പിക്കേണ്ട ഗതികേടിലാണ് സാധാരണ മനുഷ്യർ. നിങ്ങൾ വോട്ടും നിങ്ങളുടെ വാർഡും നിങ്ങളുടെ ജില്ലാ പഞ്ചായത്തും അല്ല സാധാരണക്കാരുടെ വികാരങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കണം. തിരുവനന്തപുരം രക്ഷപ്പെടണമെങ്കിൽ ഈ ജില്ലയെ തൊട്ടടുത്ത തമിഴ്നാടെന്ന സംസ്ഥാനത്തിൽ ലയിപ്പിക്കേണ്ട ഗതികേടിലാണ് സാധാരണ മനുഷ്യർ. അതല്ലാതെ ഒരു മുന്നേറ്റവും ഉണ്ടാവാൻ കുറേ കഴുകന്മാർ അനുവദിക്കില്ല. ആരാണ് കഴുകന്മാരെന്ന് സെയിലിംഗ് കമന്ററി പറയുന്നില്ല. അത്രമേൽ വിഷമിപ്പിക്കുന്നു ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ. മരണം വരെ പ്രവാസി ആയിരിക്കാനാണ് വിധിയെന്ന് തോന്നുന്നു. ആ അവസാന വരിയിലെല്ലാം ഉണ്ട്. ഡെഡ് ബോഡി വിമാനത്തിൽ വന്നിറങ്ങുമ്പോൾ ബന്ധുക്കൾ സ്വീകരിക്കാൻ പോകുന്ന ഒരുപാട് കാഴ്ച ഞാൻ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കണ്ടിട്ടുണ്ട്. ആംബുലൻസുമായി വന്ന് ഡെഡ് ബോഡി കൊണ്ടുപോകുന്നത്. അതാണ് ഓരോ പ്രവാസിയുടെയും അവസ്ഥ. അങ്ങനെ ജീവിതം കോഞ്ഞാട്ടയായി പോയ മലയാളികളെ രക്ഷപ്പെടുത്തുവാൻ
തിരുവനന്തപുരം ജില്ലയെ തമിഴ്നാട്ടിൽ ലയിപ്പിക്കണം. മുഖ്യമന്ത്രി ശ്രീ സ്റ്റാലിൻ അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും മുഖ്യമന്ത്രിയാവണം. കേരള മുഖ്യമന്ത്രിയിലും കേരള ഭരണകൂടത്തിനും പ്രവാസികൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ക്രമേണ പ്രവാസി എന്നുള്ളത് നാട്ടുകാരായി മാറുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ തീരുമാനമെടുത്താൽ നല്ലത്.